ഇന്ന് സംസാരിക്കുന്നത് കടത്തിനെ കുറിച്ചാണ്. കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സർക്കാരിൻ്റെ തെറ്റായ നയം കൊണ്ട് ഉണ്ടാവുന്നുണ്ട്, 2 പ്രകൃതിക്ഷോഭം ഉണ്ടാവുന്നുണ്ട്, 3 മാരകമായ അസുഖങ്ങളും പ്രശ്നങ്ങളും, അല്ലാണ്ട് മറ്റ് പല പ്രശ്നങ്ങളും വേറെ. ഇത് ഉണ്ടാവുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കുറ്റം പറയുകയും തള്ളി പറയുകയും ചെയ്യും. യഥാർത്ഥ സത്യങ്ങൾ അവർക്കറിയാൻ പാടില്ല. അവിടെയാണ് കുഴപ്പം. സർക്കാരാണെങ്കിൽ അവരെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പല ഭീഷണികൾ. ആ കെയർറോപ്പിൽ ഒത്തിരി ആൾക്കാർ മരണപ്പെടുന്നുണ്ട് പേടിച്ച്. ഞാൻ പറഞ്ഞ ഒരിക്കലും പേടിച്ച് ഒരു കാരണവശാലും മരണപ്പെടരുത്. ധൈര്യത്തോടെ നേരിടണം. അതുപോലെ തന്നെ ചിലവർ നാട് വിട്ടു പോകേണ്ട ഒരാവശ്യമില്ല. ഇവിടെ തന്നെ നിന്ന് പോരാടണം. 3 മറ്റേ തെരുവിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് കടയുടെ റേത്തും റോഡിലും കിടക്കേണ്ട അവസ്ഥ. ഇതൊക്കെ എല്ലാത്തിനും കാരണം ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു തെറ്റായ സമീപനമാണ്. എന്താണ് ഇവരുടെ പ്രശ്നം? അത് ആ വ്യക്തിനും ആ വീട്ടിലും വന്നത് പഠിച്ച് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതാണ് ചെയ്യേണ്ടത്. അത് സമൂഹമാണെങ്കിലും എല്ലാ ആൾക്കാരും അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ കുറ്റം പറയുകയോ അവർക്ക് തള്ളിപ്പറയുകയോ അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയല്ല ചെയ്യേണ്ടത്. അവർക്കൊരു കൈത്താങ്ങാകുക, അതാണ് വേണ്ടത്. അവരെ സമാധാനിപ്പിക്കുക.